പുള്ളിക്കാരൻ്റെ പേരെന്തായിരുന്നു അറിയോ? സിംഗ ആളും അങ്ങനെ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുമെങ്കിൽ പുഷ്പയുടെ റിവ്യൂ പറയാം. റിവ്യൂ ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ എന്റെ റിവ്യൂ കൊള്ളാം. ഓക്കെ, അപ്പൊ അങ്ങനെ പുഷ്പ കണ്ട്, പുഷ്പ 2 ചിരിക്കുന്ന കണ്ട് സംശയിക്കണ്ട. പുഷ്പ 2 മോശമല്ല. പുഷ്പ 1 കണ്ട് പോണവർക്ക് ഡെഫിനറ്റ്ലി പുഷ്പ 2 ഇഷ്ടപ്പെടും. എനിക്ക് 1 അത്ര വർക്കായില്ല. 1 എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ വർക്കാവാഞ്ഞതിന് കാരണം ഇല്ല, ആലോചിക്കണം. പെട്ടെന്ന് ഇങ്ങനെ ആരും ഒരു വർക്കാവത്തിന് കാരണം ചോദിക്കാറില്ല. ഞാൻ വർക്കായില്ലെന്നല്ലേ പറയാറുള്ളൂ. യെസ്, ഔട്ട് ഓഫ് സിലബസ് ആയിപ്പോയി. വർക്കാവത്തിന് കാരണം അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അല്ല, ആലോചിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? നിങ്ങൾ എന്തായാലും ചോദിച്ചില്ലേ? നിങ്ങൾക്ക് വർക്കായിരുന്നോ? പുഷ്പ 1 ഫസ്റ്റ് വർക്ക് ആയില്ല. ബട്ട് സെക്കൻഡ് കണ്ടപ്പം എനിക്ക് തോന്നി ഇത് നാച്ചുറൽ ആണെന്നുള്ളത്. വർക്കാവത്തിന് ആ രീതി ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടു. തെലുങ്കിന്റെ മേക്കിംഗ് ഇങ്ങനെയാണ്, തെലുങ്ക് ഇൻഡസ്ട്രി. ഹലോ, പറഞ്ഞ ഫസ്റ്റ് അല്ലു അർജുൻ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഫസ്റ്റിൽ അല്ലു അർജുൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നീട് ശ്രീവള്ളിയുടെ ഓവറായിട്ടുള്ള ഒരു ഇതും, അതന്നെ വള്ളിയാ അവള് കാശ് കൊടുത്ത് ഉമ്മ വയ്ക്കാൻ പോണത്. പിന്നെ സാമി സാമി എന്നുള്ള अपॉइंटमेंट नहीं मिल रहे हैं मेडिकल का. അങ്ങനെ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ശ്രീവള്ളിയുടെ ഒരു ഓവർ അഭിനയം കണ്ടു. പിന്നെ അടിയിൽ ചെന്ന് എടുത്ത് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ അല്ലേ അത്? എവിടെ ചെന്നെടുത്ത്? അതിന്റെ അടിയിൽ ചെന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയായിരുന്നു. പോയാ? എവിടെ? അങ്ങോട്ട് പോയാ? പോയി. അല്ല, ബേസിൽ പോയില്ല. ഹലോ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫസ്റ്റിൻ്റെ കുഴപ്പങ്ങളായിരുന്നു. ശ്രീവള്ളിയുടെ അഭിനയം, അല്ലു അർജുൻ്റെ അഭിനയം. പിന്നെ അതും അത്രയും ക്ലിക്കായില്ല, എനിക്ക് അത്രയും ക്ലിക്കായില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കാറിൻ്റെ അകത്തിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടന് നിറയെ കോള് വന്നു, അതുകൊണ്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും ഇത് പറഞ്ഞത്. സോ സെക്കൻഡ് പാർട്ട്, അതായത് പുഷ്പയുടെ സെക്കൻഡ് പാർട്ട്, വൈൽഡ് ഫയർ. കാണിക്ക്, താടി ഉണ്ടല്ലോ, ഇങ്ങനെ കാണിക്ക്. 2 കൈ. അയ്യോ, 2 ആണ്. അതെ, വൈൽഡ് ഫയർ സംഭവം ഫസ്റ്റ് ഹാഫ് വരെ സൂപ്പർ. സെക്കൻഡ് ഹാഫിൽ അവസാനം എല്ലാവർക്കും ഒരു ക്രിഞ്ച് വന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫൈറ്റ്, അവസാനത്തെ ഒരു ഫൈറ്റ്. പിന്നെ മറ്റേ ഇഷ്ടംപോലെ ബ്ലോഗേഴ്സിന് എന്തൊക്കെയോ ഉണക്കണുണ്ടായിരുന്നു, അതൊക്കെ ഞാനും കേട്ട്. ആദ്യമൊക്കെ നെഗറ്റീവ് അടിച്ചാണ് ഇരുന്നത്. പക്ഷേ ഒരു കുഴപ്പമില്ല സിനിമയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ചേട്ടനുണ്ടായിരുന്നു, പുള്ളിക്കാരനുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ ചേട്ടനുണ്ടായിരുന്നു, വൈഫുണ്ടായിരുന്നു, കൊച്ചുണ്ടായിരുന്നു. കൊച്ചൊക്കെ എണീറ്റ് നിന്ന് കൈ അടിക്കുന്നു പടത്തിൽ. കൊച്ചിനൊരു എൻ്റർടൈൻമെൻറ്റ്. മറ്റേ ശ്രീവള്ളി ഇവനെ വിളിച്ചുകൊണ്ട് പോകണം, എന്തോ ഇതിന് വേണ്ടിയിട്ട് വിളിച്ചോണ്ട്, മറ്റേ ഫസ്റ്റ് നൈറ്റിന് വിളിച്ചുകൊണ്ട് പോകണം, അവനെ കളിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകണം എന്നൊക്കെ പറയണത്. അത് ആ പാട്ടിന് വേണ്ടി സെറ്റപ്പ് ചെയ്തവർ. അത് ആ 2 തവണ വിളിച്ചുകൊണ്ടുപോയി ആ ഫീലിങ്സ് വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെയാണ്. ആ ഫീലിങ്സ് പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയില്ലല്ലോ. ഇല്ല, ആ പാട്ടിന് വേണ്ടി സെറ്റപ്പ് ചെയ്യുന്ന ആ മൂവിയിൽ. പാട്ടിന് വേണ്ടി സെറ്റപ്പ് ചെയ്യണത്. പിന്നെ ഭർത്താവിന് ഭാര്യ വിളിച്ചോണ്ട് പോകില്ല. എന്തുകൊണ്ട് ഇറക്കിയത് ഇതൊക്കെ? അവള് കാശ് കൊടുത്ത് ഉമ്മയ്ക്ക് വന്നപ്പോഴൊന്നും നീയൊക്കെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് പ്രശ്നം. പിന്നെ പലരും പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ചന്ദനക്കടത്ത് കാണാൻ പോയിട്ട് ചന്ദനമഴ കണ്ട അവസ്ഥയെന്ന്. അങ്ങനെയൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നും അത്രയും കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. പടം ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടവർക്ക് സെക്കൻഡ് ഹാഫ് എന്തായാലും ഇഷ്ടപ്പെടും. ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടവർക്ക് സെക്കൻഡ് പാർട്ട് എന്തായാലും ഇഷ്ടപ്പെടും. തേർഡ് പാർട്ടിനുള്ള ലീഡും കൊടുത്തിട്ടുണ്ടോ അവർ? എന്തായാലും അവർ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സിനിമ, കാണാൻ
താല്പര്യമുള്ളവർ പോയി കാണുക. അതെ, ഈ മറ്റേ നെഗറ്റീവ് ആളുകൾ ഇതും കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. നെഗറ്റീവ് സിനിമ നെഗറ്റീവ് പറയണം. ഇപ്പം നമ്മളൊരു തിയേറ്ററിൽ പടത്തിന് പോയാൽ ഒരു പടത്തിന് എത്ര രൂപയാണ് നമ്മൾ ടിക്കറ്റ് പറഞ്ഞത്? ഇവിടെ വരുന്നത് 40 ദിറംസ്. 40 എത്ര നാട്ടില്? 40 ദിറംസ്, 1000 രൂപ. 1000 രൂപ ഒരു പടത്തിന്. അപ്പം എങ്ങനെ പോയാലും 4 പേര് പോകുമ്പോൾ 4000 രൂപ. പിന്നെ പാർക്കിങ്ങിന് വേറെ പൈസ. അതെ അതെ, പാർക്കിങ്ങിന് എത്രയോ? അത് ഡിപ്പെൻസ്. അല്ല, നമ്മൾ കാണാൻ പോയ അവർക്ക് ഫ്രീ പാർക്കിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പാർക്കിംഗ് കൊടുക്കണം. അത് എങ്ങനെ പോയാലും ഒരു 1000 രൂപയ്ക്കകത്ത് വരും, 500 രൂപയ്ക്കകത്ത് വരും പാർക്കിങ്, ഇല്ലേ? അത് കൂടില്ല, അത്രയൊന്നും വരില്ല. 500 വരും. ഇല്ല, പാർക്കിംഗ് ഒക്കെ നമുക്ക് ഒരു മണിക്കൂറിന് 4 ദിറം അങ്ങനെയാണ്, ഒരു 100 രൂപ അങ്ങനെയാണ് ഒരു മണിക്കൂറിന്. ശരി. അപ്പോൾ എന്തായാലും നമ്മൾ 2 മണിക്കൂറത്തേക്ക് സിനിമയ്ക്ക് പോകണത് 2.5-3 മണിക്കൂറത്തേക്ക് പടത്തിനോ 300 രൂപ, ഇല്ലേ? 300 രൂപ പാർക്കിങ്. പിന്നെ 3 മണിക്കൂർ അകത്തിരുന്ന് സിനിമ കണ്ടിട്ട് വെളിയിൽ പറഞ്ഞാൽ ഒന്നീ മാളിലായിരിക്കും സിനിമയ്ക്ക് പോകുന്നത്, അല്ലെങ്കിൽ പുറത്ത് എവിടെന്നെങ്കിലും. എവിടെ ആയാലും ആഹാരം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുള്ളൂ. അതും പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും 2000-3000 രൂപയ്ക്ക് ആഹാരം കഴിക്കൂലേ? അതെ അതെ. അപ്പോൾ എങ്ങനെ പോയാലും ഇത്രയും പൈസ മുടക്കി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര രൂപയാവുമെന്ന്. ഇത്രയും പൈസ മുടക്കി ഒരു ഫാമിലി പടത്തിന് പോകുമ്പോഴത്തേക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യും, നല്ലൊരു പടം എക്സ്പെക്റ്റ് ചെയ്യും. അവർ ഒരു ആഴ്ച മുഴുവൻ അവരുടെ സ്ട്രെസ് അത്രയും കളയാൻ വേണ്ടി തന്നെ ഒരു സിനിമ കാണാൻ പോണത്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് തരിക എന്നുള്ളത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയും ഡയറക്റ്റ് ചെയ്യുന്നവരുടെയും ഉത്തരവാദിത്വമാണ്. സോ അപ്പം അവർ നെഗറ്റീവ് കാണുമ്പോൾ പറയും, നല്ലതാണെങ്കിൽ നല്ലതും പറയും. പിന്നെ ഇങ്ങനെ ഈ സിനിമയിൽ ഇത്രയും നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല, ഇത്രയും നെഗറ്റീവ് ഇല്ല. ആ സിനിമയിൽ അത്രയും നെഗറ്റീവ് പറയാനില്ല. പുഷ്പ 2 കണ്ടെന്നുള്ള ഒരാളായിട്ട് പറയുകയാണ്, കൊള്ളാം, നല്ല പടം. പിന്നെ ശരി ഗൈസ്, ബൈ, തരാം.